നമസ്കാരം. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ്. ഗർഭഛിദ്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ രാഹുലിനെതിരെ അതിജീവിത ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് ഇത്. ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് അതിജീവിതയുടെ പരാതി. ഇതോടെ തനിക്കെതിരെ കേസെടുക്കാൻ ആരുടെയെങ്കിലും പരാതിയുണ്ടോ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിരോധവാദം പൊളിഞ്ഞിരിക്കുകയാണ്. നേരത്തെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന് സ്വമേധയാ കേസെടുത്തിരുന്നുവെങ്കിലും ആരും രാഹുലിനെതിരെ മൊഴി നൽകിയിരുന്നില്ല. തിരഞ്ഞെടുപ്പിലെ സജീവ സാന്നിധ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കളം നിറയുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് അതിജീവിതയുടെ പരാതി എത്തുന്നത്. ഗൗരവമുള്ള പരാതി എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചപ്പോൾ മൗനത്തിൽ ഒളിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. MLA പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന ആവശ്യം ശക്തമാക്കി BJP രംഗത്ത് വന്നു. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് പിടിച്ചു നിൽക്കാനുള്ള വഴികൾ അടഞ്ഞു. എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടറിൽ നമ്മുടെ അതിഥികൾ കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് VR അനൂപ്, CPIM-ൽ നിന്ന് ശ്രീ ജേക്സി തോമസ്, നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, നിരീക്ഷകനായ ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ്. അഡ്വക്കേറ്റ് VR അനൂപ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു പരാതി രേഖയായി ഒന്നും ഉയർന്നിരുന്നില്ലെങ്കിൽ പോലും നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട ഘട്ടങ്ങളിലൊക്കെ പാലക്കാടിന്റെ MLA മാധ്യമങ്ങളോട് തട്ടിക്കയറുകയും അദ്ദേഹം എനിക്കെതിരെ എന്ത് തെളിവാണുള്ളത്, എവിടെയാണ് പരാതിയുള്ളത് എന്ന് ഒരു വാദമുയർത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഡിജിറ്റൽ തെളിവുകൾ സഹിതം പരാതിപ്പെട്ടിരിക്കുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു പഴുത് ബാക്കിയുണ്ടോ? സസ്പെൻഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഇടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട്. കോൺഗ്രസ് ഇനിയെങ്കിലും രാഹുലിനെ മാറ്റി നിർത്താനും തള്ളിപ്പറയാനും തയ്യാറാകുമോ? ഗോപികൃഷ്ണൻ, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ ഉയർന്ന സന്ദർഭത്തിൽ തുടക്കം തൊട്ടേ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച സമീപനങ്ങളുടെ നാൾവഴികൾ നമ്മുടെ മുന്നിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു. നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച ആളായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമുണ്ടാക്കിയൊരു നേതാവാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ രാഹുലിനെതിരെ ഇത്തരമൊരു പരാതി എന്ന് പറഞ്ഞാൽ പേരില്ലാത്തൊരു പരാതി, ഈ എന്താണ് ആരോപണം എന്ന് പറയാതെ തന്നെ ഒരു പരാതി ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അതിനുശേഷവും ചില ആരോപണങ്ങൾ അതായത് ഒരു പെൺകുട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവായ VD സതീശനോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നാണ്. ഇനി കോൺഗ്രസിലെ നേതാക്കളിൽ പലർക്കും ഇതുപോലെ സമാനമായി പാർട്ടിക്കകത്ത് തന്നെ അനുഭവം ഉണ്ടായിരുന്നവർ പരാതിപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞ മറുപടി, ഒരു പിതാവ് പുത്രി വാത്സല്യത്താൽ എന്താണോ ചെയ്യുക അത് ഞാൻ ആ കുട്ടിയുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണോ കോൺഗ്രസ് ഒരിത്തരം പരാതികൾ കിട്ടിയാൽ കൈകാര്യം ചെയ്യുന്ന രീതി? അല്ല ഗോപികൃഷ്ണൻ, ആ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്, അങ്ങ് ശ്രദ്ധിക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു പരാതി പൊതുമധ്യത്തിൽ പറഞ്ഞ ആൾ പോലും ഒരു പരാതിയായി അത് ഉന്നയിക്കുന്നില്ല. രാഹുൽ സ്വയം കറക്റ്റ് ചെയ്ത് ശരിയായ പാത സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പരാതി പറഞ്ഞ ആൾക്ക് പോലും ഇതിനെതിരെ നടപടി എടുക്കണം എന്നുള്ള ഒരു ബോധ്യമില്ലാത്തിടത്തോളം കാലം ഞങ്ങൾ എന്ത് സ്വീകരിക്കണം? അതായത് താങ്കൾ പറഞ്ഞ ഞാൻ തിരുത്തണമെന്നാണ്. ഞാൻ തിരുത്താത്ത എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ ഞാൻ തിരുത്തും ശ്രീ അനൂപ്. അതായത് ഞാൻ പറഞ്ഞത് എന്താണ്, ആ പെൺകുട്ടി, അത് ഈ പറയുന്ന പെൺകുട്ടിയല്ല, താങ്കൾക്ക് അറിയാമല്ലോ, ആ പെൺകുട്ടി അന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്ന് നടത്തിയ പ്രതികരണം, എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുത്രി വാത്സല്യത്താൽ ഒരു പിതാവ് എന്താണോ ചെയ്യുന്നത് പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ രാഹുലിനെ വാൺ ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണോ പരാതിയോട് ഒരു പാർട്ടിക്കകത്തുള്ള സമീപനം എന്നാണ് ഞാൻ ചോദിച്ചത്. എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്? പറയൂ. അല്ല, ഓക്കെ, ഞാൻ പറയാം. ആ പെൺകുട്ടി പോലും ആഗ്രഹിച്ചത് എന്താ? ആ പെൺകുട്ടി ഒരു ശിക്ഷണ നടപടി എന്നുള്ള രീതിയിലല്ലല്ലോ പറഞ്ഞത്. പെൺകുട്ടി പോലും പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം സ്വയം കറക്റ്റ് ചെയ്യണം.
ഞാൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് ഉന്നയിച്ച ഒരാളാണ്. സ്വയം കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇതിൽ കൂടുതൽ എന്താ സ്വീകരിക്കേണ്ടത്? സ്വീകരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലുള്ള ഭാഷയിൽ അതിനെ വളരെ കൃത്യമായി അവരെ മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അത് മാത്രമല്ല ഗോപികൃഷ്ണൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കേണ്ട നൈതികമായ എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ട് ഘട്ടത്തിൽ ഞാൻ പറയാം. ആദ്യ തവണ ഇത്തരം ഒരു പരാതി ഉയർന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ അയാൾ നിർവഹിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്തം ഒഴിവാക്കി എന്ന് മാത്രമല്ല 1-2 ദിവസത്തിനുള്ളിൽ അയാളെ കോൺഗ്രസ് അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചത് റിനിയുടെ കാര്യമാണ്. ഇപ്പൊ റിനിക്ക് ആ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ താങ്കൾക്കറിയാമല്ലോ ശ്രീ അനൂപ്, പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആദ്യത്തെ ആക്ഷേപമല്ല റിനിയുടേത്. പരാതികൾ ധാരാളം പോയിട്ടുണ്ട്. ഇനി താങ്കൾക്ക് ഈ ചർച്ചയിൽ നിഷേധിക്കാം, താങ്കൾ എന്നോട് ചോദിക്കാം നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനെ മറച്ചു പിടിക്കാം. പക്ഷേ പരാതികൾ പോയിട്ടുണ്ട്, എനിക്കറിയാം, താങ്കൾക്കും അറിയാം. അപ്പോൾ ഇനി ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ ഇതിനെല്ലാം ശേഷം ഇപ്പോഴും ഈ AICCക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും പോയിട്ടുണ്ട് പരാതി, നടപടി എടുക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ വളരെ തിളങ്ങി നിന്ന ഈ സമീപകാലത്ത് ചുറുചുറുക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവായി വളർന്നുകൊണ്ടിരുന്ന വലിയ സ്വീകാര്യത സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾക്കെതിരെ ഇത്രയും വലിയ ലൈംഗിക പീഡന ആരോപണങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിട്ടും ഒരു നടപടിയും കൃത്യമായി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, സസ്പെൻഷനിലായ രാഹുൽ നേതൃത്വത്തെ വെല്ലുവിളിച്ച് അയാളുടെ സാന്നിധ്യം എല്ലായിടത്തും ഉറപ്പാക്കുന്നുമുണ്ട്. അതിലാണ് എന്റെ ചോദ്യം. ഇനി എന്തെങ്കിലും പറഞ്ഞു നിൽക്കാനുണ്ടോ എന്നാണ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ശ്രീ അനൂപ് എന്റെ ചോദ്യം. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ഗോപികൃഷ്ണൻ. ഞാൻ ഇവിടെ ഇരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പറയാൻ വേണ്ടിയാ. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള രാഹുൽ ഗാന്ധി ആയാലും അത് ന്യായീകരിക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ലാന്നേ. ഞങ്ങൾ രാഷ്ട്രീയം പറയാനാ. വ്യക്തിപരമായി ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പ്രതികരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഞാൻ വ്യക്തിപരമായി ഒരു കാര്യം ചെയ്താൽ പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്തം? പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി എടുക്കേണ്ട നിലപാട് 2 ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു. ആദ്യ ഘട്ടത്തിൽ ഇത്തരമൊരു ആരോപണം വന്ന ഉടനെ തന്നെ അതിന് ലിഖിതമായൊരു പരാതി ഇല്ലാഞ്ഞിട്ട് പോലും അതിനകത്ത് പരാതിക്കാരി ആവശ്യപ്പെടാത്തതിൽ കൂടുതൽ ഗൗരവത്തോടെ അതിന് പരിഗണിക്കുകയും അയാളെ പാർട്ടിയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഒഴിവാക്കി. അപ്പോൾ ശ്രീ അനൂപ്, കെ സുധാകരൻ KPCCയുടെ മുൻ അധ്യക്ഷൻ ഇപ്പോൾ പാർട്ടിയിലില്ലേ? ശ്രീ അനൂപ്, KPCCയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ പാർട്ടിയിലില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഗോപികൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പറയേണ്ടതാരാ? KPCCയുടെ പ്രസിഡന്റാ. അതൊരു കളക്റ്റീവ് ഡിസിഷനാ. കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലെടുത്ത നിലപാട് ഏതെങ്കിലും ഒരു വ്യക്തി എടുത്തതല്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ഉന്നതമായ നേതൃത്വം എന്ന് പറഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും ഉൾക്കൊള്ളുന്ന ബോഡി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പിന്നെ കോൺഗ്രസ് പോലൊരു വലിയ ജനാധിപത്യമുള്ള പാർട്ടിയിൽ അതിനോട് വിയോജിക്കാനും വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള ഇത് കോൺഗ്രസ് ഏത് പാർട്ടി ആയാലും അതൊരു ജനാധിപത്യ പാർട്ടിയാണോ അതൊരു ഏകാധിപത്യം നിലനിൽക്കുന്ന പാർട്ടിയാണോ എന്നല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള പീഡന സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇതാണോ ഒരു നേതാവിന്റെ സമീപനം എന്നത് തന്നെയാണ് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പോൾ കെ സുധാകരൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ല, അദ്ദേഹം നിരപരാധിയാണെന്നാണ്. അല്ല, കോൺഗ്രസ് പാർട്ടി എടുത്തൊരു പൊസിഷനുണ്ട്. അതിനകത്ത് വ്യക്തിപരമായി ഏതെങ്കിലും നേതാവ് പറഞ്ഞതല്ലല്ലോ. കോൺഗ്രസ് പാർട്ടി എടുത്ത പൊസിഷൻ മുൻവിധികളില്ലാതെ ഈ പരാതി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ കൊണ്ട് സാധ്യമായി ഞങ്ങൾ പറഞ്ഞത് എന്താ? ഈ ഘട്ടത്തിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ്. ആദ്യ ദിവസം അയാളെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഒഴിവാക്കി. പിന്നെ ഞങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും കടുത്ത നിലപാടെന്ന് പറയുന്നത് അയാളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായി കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ പറയണമെങ്കിൽ അതായത് ഇത് ഏറ്റവും ചുരുങ്ങിയത് ശ്രീ അനൂപ്, ഇത് ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർക്കെങ്കിലും ബോധ്യമാകണ്ടേ? ഇപ്പോൾ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ പരാതിപ്പെട്ടിരിക്കുന്നത് ആരാണ്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് സജന? സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് നീക്കണമെന്നാണ്. നടപടിയെടുത്ത് കോൺഗ്രസ് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കകത്ത് നിന്ന് കേന്ദ്ര നേതൃത്വത്തിന് പോയ പരാതിയിലെ ഉള്ളടക്കമാണ് ഞാൻ ഈ പറഞ്ഞത്.
അല്ല, പാർട്ടി അതൊക്കെ പരിശോധിക്കും ഗോപികൃഷ്ണൻ. ഞങ്ങൾ പറഞ്ഞു ഇനി നടപടി എടുക്കേണ്ടത് കേരളത്തിലെ സർക്കാരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു. ആദ്യം അയാളെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കി, രണ്ടാമത് അയാളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നേ ഒഴിവാക്കി. കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ അയാൾക്കുള്ള അവസരം, അവസാനത്തെ ശ്രേണിയിൽ പോലും രാഷ്ട്രീയം പറയാനുള്ള അവസരം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ്. കോൺഗ്രസിന് ലക്ഷക്കണക്കിന് വരുന്ന പ്രാഥമിക അംഗങ്ങളിൽ അയാളില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക. ഇനി നിലപാട് സ്വീകരിക്കേണ്ടത് കേരളത്തിലെ പോലീസിംഗ് സംവിധാനമാണ്. പോലീസിംഗ് സംവിധാനമാണ് അത് ഈ നിലപാട് സ്വീകരിക്കേണ്ടത്. ഞാൻ സമ്മതിക്കുന്നു, അതവിടെ നിൽക്കട്ടെ. ഒറ്റ സെക്കൻഡ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു, അയാൾ ഈ പാർട്ടിയിലില്ല, അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് പാർട്ടി പരിപാടികളിലോ വേദികളിലോ നേതാക്കളുമായോ സമ്പർക്കം പുലർത്താനോ പരിപാടികളിൽ പങ്കെടുക്കാനോ കഴിയില്ല. ഇതൊക്കെ പാർട്ടി നേതാക്കൾ നിരവധി തവണ പറഞ്ഞതാണ്. ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെവി കൊണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. വീട് കയറിയുള്ള പ്രചാരണ പരിപാടികളിൽ സജീവമായിരുന്നു. ആശാ വർക്കർമാരുടെ സമര വേദിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വരച്ച വരയിൽ നിർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്താൻ ഒന്നുകിൽ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് ഒരു ഭാഗത്തു കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചോട്ടെ എന്ന് നിങ്ങൾ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് സംശയിക്കാവുന്ന രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റവും സാന്നിധ്യവും ഒക്കെ. ഇപ്പോൾ കേസ് വന്നപ്പോൾ ആള് മുങ്ങി. അതായത് കാല് കുത്താവുന്ന കാലത്തോളം ഞാൻ നടന്ന് പ്രചാരണം നടത്തുമെന്ന് ഇന്നലെ പറഞ്ഞ് 24 മണിക്കൂറിനകം MLA സ്ഥലത്തില്ല, MLA ഓഫീസ് പൂട്ടി, ആള് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് സത്യം ജയിക്കട്ടെ എന്ന് പറഞ്ഞ് മുങ്ങി നടക്കുകയാണ്. കേട്ടോ ശ്രീ അനൂപ്, അതാണ് അവസ്ഥ. ഗോപി കൃഷ്ണൻ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വക്താവായല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായിട്ടാണ് പങ്കെടുക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആശാ വർക്കർമാരുടെ സമരത്തിന് രാഹുൽ പോയതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ, സമീപകാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്ര മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരയായ സ്ത്രീകളെ കുറിച്ച് പോലും ഞങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെന്നേ. ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ അയാളുടെ ഭാര്യയെ കുറിച്ച് പോലും അവിഹിതമായ കഥകൾ പറഞ്ഞുണ്ടാക്കിയ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങൾ പറഞ്ഞത് എന്താ? ഇരകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരട്ടെ, നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. ഞങ്ങൾ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. നിൽക്കുമ്പോഴാണ് സജനയെ പോലെയുള്ള ആളുകൾ AICCക്ക് കത്തയച്ചിരിക്കുന്നത്. സ്ത്രീപക്ഷ നിലപാടുണ്ടെന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ സംശയിക്കും, അങ്ങനെയാണെന്ന് സംശയിക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് വനിതകളെ ഉൾപ്പെടുത്തി ഒരു സമിതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതികൾ മുഴുവനും അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത്. അല്ല, അത് പാർട്ടി പരിഗണിക്കുന്നേ. പാർട്ടിക്കകത്ത് അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അത് പാർട്ടി പരിഗണിക്കും. പാർട്ടിക്കകത്ത് ഒരു നേതാവിന്റെ അത്തരമൊരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് പരിഗണിക്കാവുന്ന സംവിധാനം പാർട്ടിക്കില്ലേ? ഞാൻ ഒരു നിമിഷമേ ഞാൻ വരാം. ഇനി നമ്മുടെ മറ്റ് അതിഥികൾ കൂടിയുണ്ട്. ശ്രീ ജെയ്സി തോമസ് എത്തിയിട്ടുണ്ട്, ശ്രീ ശ്രീജിത്ത് പണിക്കർ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ അവരിലേക്ക് പോയി. ശ്രീ ജെയ്സി തോമസ്, ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത് എവിടെ എനിക്കെതിരെ ഒരു പരാതി എന്നായിരുന്നു. പരാതി എവിടെ, കേസെടുക്കട്ടെ എന്നാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ടെലഫോൺ സ്വിച്ച് ഓഫ് ആണ്, അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്ന് സജീവ പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ആൾ മിന്നൽ വേഗത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ 2 സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു, ഫേസ്ബുക്കിലൂടെയും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും. സത്യം ജയിക്കട്ടെ, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തായിരിക്കും ഇതിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഈ കേസിനെ കാണുന്നത്? തീർച്ചയായിട്ടും എന്തായാലും അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനിയനായ കോൺഗ്രസ് പ്രതിനിധി വാദം കേൾക്കുമ്പോൾ ലളിതയുക്തിയിൽ ഇത് കേൾക്കുന്ന മലയാളികൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന പേരുകാരനായിട്ടുള്ള ഈ സെക്ഷൽ പെർവർട്ട്, അതായത് സംഘടിതരായി മനുഷ്യരെല്ലാവരും സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കേണ്ട ഈ ആഗോള അധമൻ കോൺഗ്രസ് പാർട്ടിയുടെ MLA അല്ല, മറ്റേതോ പാർട്ടിയുടെ MLA ആണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ശരി, അദ്ദേഹം പരിമിതികളോടുകൂടെ ഇത്തരം കാര്യങ്ങളെങ്കിലും പറഞ്ഞല്ലോ, സന്തോഷമുണ്ട്. കണ്ണൂർ MPയുടെയും മുൻ KPCC പ്രസിഡന്റിന്റെയും നിലവാരത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ വളർന്നില്ല എന്നുള്ളത് ഇടതുപക്ഷക്കാരൻ എന്ന നിലയിൽ എനിക്ക് മാത്രമല്ല, മനുഷ്യരും മലയാളി എന്ന നിലയിൽ നമുക്കൊക്കെ പ്രതീക്ഷയും അല്പമൊക്കെ സന്തോഷവും ആഹ്ലാദവും നൽകുന്ന കാര്യമാണ്. ഇരിക്കട്ടെ. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തിന്റെ അവസാന ഭാഗം ഈ കേസിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഒരു സംശയവും വേണ്ടതില്ല. കേരളത്തിന് അതിനു മുമ്പിൽ ജീവിക്കുന്ന തെളിവുകളുണ്ട്. ഞാൻ ആലങ്കാരികമായി എന്തെങ്കിലും ഒരു അവകാശവാദവും ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല. കേരളത്തിന്റെ ഭൂതകാലങ്ങളിൽ രാഷ്ട്രീയ പിന്തുണയും ആലുവ നഗരസഭ മുതൽ കോൺഗ്രസ് ചുവപ്പ് പരവതാനി വിരിച്ചു കൊണ്ടു നടന്ന പല ചലച്ചിത്ര നടന്മാരും
സംഘടിത മാഫിയ സംഘം എന്നതുപോലെ മലയാള സിനിമയെ വിഴുങ്ങാൻ പര്യാപ്തമായ കരുത്തുണ്ടായിരുന്ന പല ചലച്ചിത്ര നടന്മാരും സ്ത്രീകൾ സർവൈവറാകേണ്ട വന്ന കേസുകളിൽ പ്രതികളാക്കപ്പെടുമ്പോൾ നിരവധി ദിവസക്കാലം ഉണ്ടയും തിന്ന് ജയിലിൽ കിടക്കേണ്ട വന്നിട്ടുള്ള ഗവൺമെന്റും സർക്കാരുമാണ്, അതിന് നേതൃത്വം നൽകിയ സർക്കാരുമാണ് കേരളത്തെ ഇപ്പോഴും നയിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധിക്ക് കൂടെ പ്രതീക്ഷ നൽകും വിധം നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് ഒളിപ്പിച്ചു നിർത്താൻ ശ്രമിച്ചാലും, നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പൊന്നാവരം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും, ഏത് പൊന്നാവരം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അതിനുള്ളിൽ നിന്ന് കോട്ട ഇളക്കി ഈ കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ സ്ത്രീകളോടും, സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും സത്യസന്ധമായി പഠിച്ചിട്ടുള്ള മുഴുവൻ മനുഷ്യരോടും നീതി പുലർത്തിക്കൊണ്ട് ഈ ആഗോള അധമൻ നിർബന്ധമായും കേരളത്തിൽ നിയമത്തിന്റെ കരവലയങ്ങൾക്കുള്ളിലാകും. നിയമത്തിന്റെ ദയാരഹിതമായ വരികളിലൂടെ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. കേരളത്തിൽ മറ്റൊരു കോൺഗ്രസ്സുകാരനും ഇങ്ങനെ ചെയ്യാൻ ഉതകാത്ത വിധം നിലയിൽ ഒരു പാഠമായി ഇദ്ദേഹത്തിന്റെ കേസും ഇദ്ദേഹത്തിന്റെ അനുഭവവും മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. നിഷ്കളങ്കരായിട്ടുള്ള പല ആളുകൾ, അപകടപൂർണമായ നിഷ്കളങ്കതയുള്ള പല ആളുകളും പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സംഘത്തിന്റെ നക്കാപ്പിച്ച പറ്റിയിട്ട് വെളുപ്പിക്കൽ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്ന അപൂർവം ചില PR സംഘങ്ങളും ആ PR സംഘങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞ അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് പറയാൻ കഴിയുന്ന ചില ചലച്ചിത്ര നടിമാരുമാണ് ഇപ്പോഴും ഈ അധമനയും ചുമന്നു നടക്കാൻ തയ്യാറായി ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം സാധാരണ നിലയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ചെയ്യാവുന്ന കാര്യം, അതായത് ഒരു പരാതി ഉണ്ടായി, ഇത്തരം പരാതികൾ വന്നപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി. അയാളെ പാർട്ടി വേദികളിലോ നേതാക്കളുമായോ സമ്പർക്കം പുലർത്താൻ ഇനി രാഹുലിന് കഴിയില്ല. അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മുകേഷ് MLA-ക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ CPM എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ജനപ്രതിനിധികൾക്കെതിരെ ഉയരുമ്പോഴും അവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു CPM രീതി ഞങ്ങൾക്കില്ല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്ന സമയങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷത്തു നിന്നുണ്ടായിട്ടുള്ള നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതവരിപ്പോഴും പറയുകയാണ്. അങ്ങനെ പറയുന്ന അപൂർവം കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവരോട് തർക്കത്തിനോ വാദത്തിനോ ഇല്ല, മറിച്ച് ചെകിടടിച്ചുള്ള നല്ല പ്രഹരമാണ് കൊടുക്കേണ്ടതെന്ന അഭിപ്രായമാണ് കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി സമുദായത്തിനും മതജാതി ചിന്തയ്ക്കും അതീതമായി ചിന്തിക്കുന്ന മുഴുവൻ അന്തസ്സുള്ള മലയാളികൾക്കും ഉള്ളത്. കാരണം എന്താണ്? AICCയുടെ CWC അംഗമാണല്ലോ ബഹുമാനിയനായ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ്, അന്തസ്സുള്ള കോൺഗ്രസ്സുകാരുടെ പ്രതിനിധിയല്ലേ ശ്രീ രമേശ് ചെന്നിത്തല. ആ കാര്യത്തിൽ ഏതാണ്ട് അതേ നിലപാട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്താ ഇവരുടെയൊക്കെ നിലപാട്? അവരൊക്കെ ഇത് പറഞ്ഞിട്ടാണോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇത് അൺപ്രീസിഡന്റഡ് ആൻഡ് അൺയൂഷ്വൽ അല്ലേ? ചരിത്രത്തിൽ ഉദാഹരണങ്ങളില്ല. ചേർത്തു നിർത്താൻ കഴിയുന്ന, ഇതിനോട് തുല്യതപ്പെടുത്താൻ കഴിയുന്ന ഏതെങ്കിലും ഒരു അവസരമുണ്ടോ? ഇനി ഇങ്ങനെയൊരു ന്യായീകരണം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ്സുകാരനുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ചോദിക്കണമല്ലോ. ഈ തന്നിൽ നിന്ന് ഗർഭധാരണം നരിക്കേണ്ട വന്ന ഒരു യുവതിയുടെ മുഖത്ത് നോക്കി നിന്നെ കൊല്ലാൻ വിത്തിൻ സെക്കൻഡ്സ്, നിമിഷങ്ങൾ മതി എന്ന് പറഞ്ഞ കേരളത്തിൽ ഏതു രാഷ്ട്രീയ നേതാവുണ്ട്? നീ നിന്റെ പണി നോക്ക് എന്ന് പെൺകുട്ടികളുടെ മുഖത്ത് വിളിച്ചു നോക്കി പറഞ്ഞിട്ടുള്ള ആഗോള അധമനായിട്ടുള്ള ഏതു രാഷ്ട്രീയ നേതാവ്, ഏത് നേതാവ് സാംസ്കാരികമായോ സാമൂഹികമായോ മതജാതി സമുദായ സംഘടനകൾക്കിടയിലോ രാഷ്ട്രീയത്തിലോ ഇങ്ങനെ ഒരാൾ കേരളത്തിൽ എവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്? ഇതിനോട് തുല്യതപ്പെടുത്താൻ കഴിയുന്ന ഏത് അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? എവിടെയുമില്ല. ഇത് രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ വിഷയം മാത്രമല്ല. നമ്മുടെ നാട്ടിൽ മനുഷ്യർ ഒത്തുചേരുന്ന ഒരു സ്ഥലത്ത്, അത് മാധ്യമമാകട്ടെ, സമുദായ സംഘടനയാവട്ടെ, സാംസ്കാരിക വേദിയാവട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനമാവട്ടെ, ഒരു കവലയാവട്ടെ, ഒരു പൊതുമിവിടമാവട്ടെ, നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ മനുഷ്യർ ഒത്തുചേരുന്ന സ്ഥലത്ത് ഇത്രയും ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷുവൽ പെർവേർട്ടിനെ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ നാടിന്റെ സാമൂഹ്യ ജാഗ്രതയാണ്. ഈ മനസ്സുള്ള ഒരാൾ ഇയാൾ സംഘടനാ നടപടി കൊണ്ട് രക്ഷപ്പെടുമോ? നന്നാകുമോ? ഇയാളെ അരമാസം സസ്പെൻഡ് ചെയ്ത് നിർത്തി, 6 മാസം പാർട്ടി പ്രവർത്തനത്തിന്റെ വേദിയിൽ നിന്ന് മാറ്റി നിർത്തി, 3 മാസം MLA ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നന്നാവുന്ന ഒരു സ്വഭാവക്കാരനാണോ? ആണെങ്കിൽ എൻ്റെ അഭിപ്രായം കണ്ണൂർ MPയും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വരുന്ന ഈ ന്യായീകരണ സംഘത്തിന്റെയും വീട്ടിൽ ഇദ്ദേഹത്തെ ഒളിപ്പിച്ച് താമസിപ്പിക്കണം. അവിടെ ഇദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും താമസവും ഒരുക്കണം. ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ എത്തുന്ന എല്ലാ കോൺഗ്രസ്സുകാരും തയ്യാറുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ നാട്ടിൽ ഇദ്ദേഹം വോട്ട് തേടാൻ വരുന്നു എന്നുള്ളതായിരുന്നു. എങ്ങനെ? അവിടുത്തെ പല കോൺഗ്രസ്സുകാരും രക്ഷപ്പെട്ട് ഓടി. കാരണം എന്താണ്? ഇദ്ദേഹം വോട്ട് തേടാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥയുണ്ടാവുക? ബഹുമാനിയനായ കോൺഗ്രസ് പ്രതിനിധി തന്നെ പറയട്ടെ, ഇത് അതുകൊണ്ട് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് നമ്മുടെ നാട്ടിൽ മനുഷ്യൻ എന്നൊരു സമുദായം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന വർത്തമാനകാല കേരളത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നാണ്. ഇത്തരം ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ പെർവേർട്ടുകൾക്ക് ഇപ്പോഴും സംരക്ഷണം ഒഴുക്കാൻ ഈ സംഘം തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സസ്പെൻഷൻ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം വാചകനാകുന്നത്. ഒറ്റ വാചകം പറഞ്ഞ്
ഞാനെന്റെ ഒറ്റ വാചകം കൂടെ പറഞ്ഞ് ഞാനെന്റെ ഭാഗം വിട്ടേക്കാം. ഈ സസ്പെൻഷനെ സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ ഭരണഘടന പറയുന്നത് എന്താണ്? പാർലമെന്ററി ജനാധിപത്യ വേദികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ അയാൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പാർലമെന്ററി പദവി രാജിവെച്ചിരിക്കണം. അങ്ങനെയല്ലേ? അതായത് 6-ാം ഭാഗം സെക്ഷൻ സി പറയുന്നത് എന്താണ്? if he is a member of any local body, legislature, parliament or holds any other position by virtue of his being a congressman, he may also be called upon to resign from such bodies. ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടനയല്ല, കോൺഗ്രസിന്റെ ഭരണഘടനയാണ്. ഇനി കോൺഗ്രസ്സുകാരനായി ഈ ചർച്ചയിൽ വന്ന ബഹുമാന്യനായ മാന്യ അദ്ദേഹത്തിന് ഈ ഭാഗം അറിയില്ലെങ്കിൽ ഞാൻ ഇതങ്ങയൊന്ന് വായിച്ചു കേൾപ്പിച്ചതേ ഉള്ളൂ. അപ്പോ ഒരു പാർലമെന്ററി ജനാധിപത്യ വേദിയിലുള്ള ഒരാളെ പോറല് പോലും ഏൽപ്പിക്കാതെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നത് പോലെ ഇങ്ങനെ ചേർത്തു നിർത്തുന്നത് കേരളം കണ്ട ലക്ഷണമൊത്ത ക്രിമിനൽ സെക്ഷൽ പെർവേർട്ടായി ഈ മാനിനോടുള്ള പിന്തുണയും നിരുപാധിക ഐക്യദാർഢ്യവും അടിമസമാനമായ പിന്തുണയും അല്ലാതെ മറ്റെന്താണ്? ഞാൻ വരാം. ശ്രീജിത്ത് പണിക്കർ, സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയരുമ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ സ്വന്തം ആളുകളാകുമ്പോൾ സംരക്ഷിക്കപ്പെടുകയും പ്രതിപക്ഷത്താകുന്ന ആളുകളാണെങ്കിൽ അവർക്കെതിരെ വലിയ നടപടികളുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തുള്ള അനുഭവങ്ങളുണ്ട്. ഇവിടെ ജേക്സി തോമസ് പറഞ്ഞു ഇത് സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യമാണ്. ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇതിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളിലില്ല. കാരണം ഈ ഒരു സ്ത്രീയോട് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക, അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുക, അതും ഒരു ജനപ്രതിനിധി, അതിൻ്റെയൊക്കെ തെളിവുകൾ എന്ന നിലയിൽ വാട്സാപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വരിക. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ശബ്ദ സന്ദേശവും ഈ ആരോപണങ്ങളും ഒക്കെ വന്നപ്പോൾ 2 വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒന്ന്, രാഹുൽ ചോദിച്ചത് എനിക്കെതിരെ രേഖാമൂലം പരാതി നൽകിയ, എനിക്കെതിരെ ഏതെങ്കിലും ഒരു നിയമ സംവിധാനത്തിൽ പരാതിയായി എത്തിയ എന്തെങ്കിലും ഒന്നുണ്ടോ എന്നതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിനകത്ത് നിഷ്കളങ്കനായ ഒരാളാണ്, ഞാൻ ഇതിനകത്ത് നിരപരാധിയായ ഒരാളാണ്, ഇതിനകത്ത് മറ്റു ചില ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ്. ഇത്തരം പ്രതിരോധ വാദങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപേ ഉണ്ടായിരിക്കുന്ന ഈ നീക്കത്തിൽ രാഷ്ട്രീയം നമ്മൾ സംശയിക്കണോ? രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ചിലർ ഇടപെട്ടു എന്ന് സംശയിക്കണോ? രാഹുലിന് മുന്നിൽ എന്തെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് ഇനി കോൺഗ്രസിന് ഈ ന്യായം പറഞ്ഞു നിൽക്കാൻ കഴിയുമോ? ശ്രീ ഗോപി, നിശ്ചയമായിട്ടും ഇതിൽ രാഷ്ട്രീയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടി വസ്തുതാപരമായി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈമിംഗ് ഒരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കാനായിട്ട് നിശ്ചയമായിട്ടും CPM ശ്രമിച്ചേക്കാം, നിശ്ചയമായിട്ടും BJP ശ്രമിച്ചേക്കാം. ഇതിനോടകം തന്നെ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഈ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. അതൊക്കെ തന്നെ പൊളിറ്റിക്കലായിട്ടൊരു അവസരം കിട്ടുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് തന്നെ നടക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ പറയപ്പെട്ടിരുന്ന മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്ന കാര്യങ്ങളിൽ കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരേപോലെ പറഞ്ഞിരുന്ന ഡിഫൻസുകളെല്ലാം തന്നെ ഈ ഒരു വൈകുന്നേരം അത് പൂർണ്ണമായിട്ട് അസ്തമിച്ചു എന്ന് തന്നെ പറയാം. അന്ന് ആദ്യം ശ്രീ ഗോപി ഓർക്കുന്നുണ്ടാകും, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന സമയത്ത് പറഞ്ഞത് തന്നെ ന്യായീകരിക്കേണ്ടുന്ന ബാധ്യത തന്റെ സഹപ്രവർത്തകർക്ക് ഉണ്ടാകരുത് എന്നാണ്. ആ ദിവസം മുതൽ നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് എന്നോടൊപ്പം ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ഏതാണ്ട് എല്ലാ കോൺഗ്രസ് പ്രതിനിധികളും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ ന്യായീകരണം അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷവും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും രാഹുലിനെ ന്യായീകരിക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ചില ചർച്ചകളിൽ ചില കോൺഗ്രസിന്റെ വക്താക്കളോട് ഞാൻ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളുടെ ന്യായീകരണം വേണ്ട എങ്കിലും നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ കോൺഗ്രസ് ഇതിൽ സത്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചത് തന്നെ എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയുടെ നടപടിയെടുത്തത് തന്നെ VD സതീശന്റെ മാത്രം നേതൃത്വത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതിന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റി മാത്രമേ ഉള്ളൂ, മറ്റുള്ള ആൾക്കാരുടെ താല്പര്യം അതിലില്ല എന്ന രീതിയിലത്തേക്ക് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ തന്നെ പല ആൾക്കാരും ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അതേ തുടർന്ന് ഏറ്റവും വലിയ സൈബർ അറ്റാക്ക് നേരിട്ടത് ആരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ ടൈമിങ്ങിനെ പറ്റി പറയുമ്പോൾ അന്ന് ആരാണ് ഏറ്റവും വലിയ സൈബർ അറ്റാക്ക് നേരിട്ടത്? അത് ശ്രീ പിണറായി വിജയൻ ആയിരുന്നില്ല, അത് ശ്രീ MV ഗോവിന്ദൻ ആയിരുന്നില്ല, മറിച്ചത് ശ്രീ VD സതീശനായിരുന്നു. ആരായിരുന്നു അറ്റാക്ക് ചെയ്തിരുന്നത്? കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. സൈബർ അണികൾ അന്ന് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നോക്കൂ. VD സതീശൻ ഒരു വിഷയത്തിൽ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റും അതിന് 1-2 മണിക്കൂറിൽ ഉണ്ടാകുന്ന ലൈക്കുകളും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പ്രാഥമിക അംഗത്വമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ വിഷയത്തിൽ ഇടുന്ന പോസ്റ്റുകളും അതിന് അതേ സമയത്ത് കിട്ടിയിരുന്ന 10 ഇരട്ടി ലൈക്കുകളും ചേർത്ത് കമ്പയർ ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകൾ ഇട്ടുകൊണ്ട് സൈബർ അണികളാണ് കോൺഗ്രസിന്റെ ആഘോഷിച്ചത്. എന്തായിരുന്നു അവർ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്? നോക്കൂ, പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ സ്വീകാര്യനായിട്ട് ഇവിടെ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നതായിരുന്നു.
ഇതിൽ മറ്റ് ചില അഭിപ്രായ പ്രകടനങ്ങൾ കൂടി ഉണ്ടായി. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ തന്നെ തലമുതിർന്ന പല നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിലിന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മൾ അന്ന് ഇവിടെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ധാർമ്മികതയും ഒരു MLA ഷിപ്പ് രാജിവെക്കണം എന്ന് പറയുന്നതിന് മറ്റൊരു ധാർമ്മികതയുമാണോ നിങ്ങൾക്കുള്ളത് എന്നൊരു ചോദ്യം പോലും അന്ന് ചോദിക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ VD സതീശനും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവും പറഞ്ഞിരുന്ന അഭിപ്രായവും രണ്ട് തട്ടിലായിരുന്നു. ശ്രീ VD സതീശൻ പറഞ്ഞ എന്താണ്? പാർട്ടിയുടെ പ്രാഥമിക ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതും ആദ്യത്തെ നടപടികൾ മാത്രമാണ് എന്നാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? അതിനേക്കാൾ വലിയ നടപടികൾ പിന്നാലെ വരുന്നുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ MLA ഷിപ്പ് രാജിവെക്കാനായിട്ട് പാർട്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് കോൺഗ്രസിന്റെ AICCയുടെ സംസ്ഥാന ചുമതലയുള്ള വക്താവ് ദീപ ദാസ് മുൻഷി ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഈ അധ്യായം അവസാനിച്ചതാണ്. അതായത് രാഹുലിനെതിരെ ആദ്യം നടപടിയെടുത്തു, അതിനുശേഷം ഈ അധ്യായം, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ അവർ പറഞ്ഞതാണ്. അപ്പൊ രാഹുലിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് ശ്രീ VD സതീശൻ പറയുമ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ദീപാദാസ് മുൻഷിയാണ്. എന്ന് വെച്ചാൽ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിനുള്ളിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണ കിട്ടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പല ആൾക്കാരും അവിടെ വന്നിരുന്നു. ഇപ്പൊ ശ്രീ അനൂപ് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് എന്ന്. ആ മാതൃകാപരമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരാളെ നീക്കുന്നതിനുള്ള ധാർമ്മികതയും MLA പദവിയിൽ നിന്ന് ഒരാളിനെ മാറ്റുന്നതിനുള്ള ധാർമ്മികതയും രണ്ടാണോ? യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളിനെ പാലക്കാട്ടെ ജനത ചുമക്കണോ? ഇത് അന്നേ ചോദിച്ച ചോദ്യമാണ്. ആ സമയത്ത് ന്യായീകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പ്രതിനിധികൾ അടക്കം പറഞ്ഞിരുന്ന വാദങ്ങളാണ്: ഒന്ന്, കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും അദ്ദേഹത്തിനെതിരെ പരാതിയില്ല. രണ്ട്, ഇത് ആരാണ്, ഇത് വ്യാജമാണ് എന്ന രീതിയിലത്തേക്ക് പോലും വന്നിരുന്നു അല്ലെ. ഈ ശബ്ദത്തിന്റെ പിന്നിൽ ഒരു മുഖമില്ല എന്ന തരത്തിൽ ഇതൊരു വ്യാജമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ വന്നിരുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും ഇത് തന്റെ ശബ്ദമല്ല എന്ന് നിഷേധിക്കുക പോലും ചെയ്തില്ല. പിന്നെ ഇക്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് എന്താണ്? മുകേഷിന്റെ കാര്യമാണ്. നോക്കൂ, മുകേഷിന്റെ കാര്യത്തിൽ ഇതുമായി കമ്പയർ ചെയ്യാവുന്ന ഒരു കേസല്ല. നമ്മൾ അതിനെ ആരെയും ന്യായീകരിക്കുകയല്ല. പക്ഷേ മുകേഷിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്ന ഒരു ആരോപണമാണ്. അല്ലാതെ ഇതേപോലെയുള്ള പൊതുസമൂഹത്തിന് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു തെളിവും അവിടെ വന്നിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി വേണമെങ്കിൽ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ മുകേഷിനെ തന്നെ ഉപയോഗിക്കാം. കാരണം എന്താ? മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അപ്പൊ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും അദ്ദേഹം MLA ആയിട്ട് തുടരുകയാണെങ്കിൽ അവർക്കില്ലാത്ത ധാർമ്മികത ഞങ്ങൾക്ക് എന്തിന് എന്ന് കോൺഗ്രസ് ചോദിക്കാം. പക്ഷെ കോൺഗ്രസ് ഇതുവരെ അതായിരുന്നില്ല പറഞ്ഞത്. ഞങ്ങൾ ഈ ധാർമ്മികത മുൻനിർത്തി മാതൃകാപരമായിട്ടുള്ള തീരുമാനം എടുത്തു എന്നിവർ പറയുന്ന സമയത്ത് ഞങ്ങൾ മറ്റു പാർട്ടികളെ പോലെയല്ല, CPM-നെ പോലെയോ CPI-യെ പോലെയോ BJP-യെ പോലെയോ അല്ല ഞങ്ങൾ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചിരുന്നത്. അപ്പൊ നമ്മൾ അന്നു മുതലേ ചോദിച്ചിരുന്നതാണ് ഈ കാര്യങ്ങളിൽ. ഇപ്പൊ സത്യം പറഞ്ഞാൽ നോക്കൂ, വിൻഡിക്കേറ്റ് ചെയ്യപ്പെട്ട് തന്റെ നിലപാടിൽ ഒരു ശുദ്ധിയോടുകൂടി അവിടെ നിൽക്കുന്ന കോൺഗ്രസിലെ ഒരേ ഒരു നേതാവേ ഉള്ളൂ. ആ ഒരേ ഒരു നേതാവ് അൻവറിന്റെ വിഷയത്തിലും അതേ നിലപാടെടുത്തിരുന്നു, ഈ വിഷയത്തിലും അതേ നിലപാടെടുത്തു. അത് ശ്രീ VD സതീശനാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ രാഹുലിനെ ന്യായീകരിക്കാൻ പോലും ശ്രമിച്ചിരുന്ന ആൾക്കാർ എവിടെ നിൽക്കുന്നു? നോക്കൂ, ഏതൊക്കെ തരത്തിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ വരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കോൺഗ്രസിൽ ഒരാൾക്കും ഉറപ്പ് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവസാനം വന്നപ്പോ എങ്ങനെയാ വന്നത്? പാർട്ടിയുടെ പ്രാഥമിക ചുമതലയിൽ നിന്ന് പുറത്താക്കപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്ന ഒരു വ്യക്തി അന്ന് അവിടെ വരുന്നത് കോൺഗ്രസിന്റെ തന്നെ ചില പ്രാദേശിക നേതാക്കന്മാരോടൊപ്പമാണ്. അപ്പൊ ഇവരെ ചുമതലപ്പെട്ട, ഇവരെ നിയന്ത്രിക്കേണ്ടുന്ന മറ്റാൾക്കാരും അവിടെ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുശേഷമോ ഏറ്റവും അടുത്ത സമയത്തോ, നമ്മൾ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ വിട്ടോളൂ, ഏറ്റവും അടുത്ത സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? അദ്ദേഹം ചില സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ കൊടുക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഏത്? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഇല്ലാത്ത ഒരാൾ. അതിനുശേഷമോ പാർട്ടിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അദ്ദേഹമുണ്ട്. പിന്നെയോ ഈ വരണാധികാരി അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളിൽ അദ്ദേഹം തർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പ്രചരണത്തിന് പോകുന്നു. അപ്പൊ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത്? ഇതേ കാര്യം തന്നെയാണ് നേരത്തെ ശ്രീ ഗോപി പറഞ്ഞതുപോലെ ഈ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് പോലും തിടുക്കപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് അവിടെ നിന്ന് മാറുകയും VD സതീശൻ അവിടെ വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഒരു പ്രോ രാഹുൽ മാങ്കൂട്ടത്തിൽ ലോബി കോൺഗ്രസിൽ അതിശക്തമായിട്ട് ഉണ്ടായിരുന്നു എന്നും അവരിവിടെ ന്യായീകരിക്കുകയായിരുന്നു എന്നുമാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, കോൺഗ്രസിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്ന ആൾക്കാരാണ്. തുടക്കം മുതൽ തന്നെ കോൺഗ്രസിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമികമായി തെറ്റുകാരനാണ് എന്നുള്ള ധാരണയുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാരോട് നമ്മൾ തന്നെ അന്ന് തിരിച്ചു ചോദിച്ചതല്ലേ,
എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിനെ പുറത്താക്കിയിരിക്കുന്നത്? ഒരു പാർട്ടി പ്രവർത്തകന്, ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആക്ഷേപമുള്ള, ഏറ്റവും ദുഃഖമുണ്ടാകേണ്ടുന്ന ഒരു നടപടി എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള പുറത്താക്കലാണ്. ശരി, ഏതായാലും ശ്രീജിത്ത്, നമുക്ക് ആ കാര്യങ്ങൾ പരിശോധിക്കാം. കാരണം ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കുറെ രാഹുൽ ഫാൻസ് ഉണ്ടായിരുന്നു, രാഹുലിനെ പിന്തുണച്ചെത്തിയവരുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു നമുക്കെല്ലാം അറിയാവുന്ന രാഹുൽ ഈശ്വർ. അദ്ദേഹം ഈ കാര്യത്തിൽ നടത്തിയ പ്രതികരണം തന്നെ രാഹുൽ ലൈംഗികതയ്ക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ പിന്നാലെ പോയതല്ല, അതൊരു ആക്റ്റീവ് റിലേഷൻ ആയിരുന്നു എന്നാണ്. ഈ ചർച്ചയിൽ ഇനി നമ്മളോടൊപ്പം ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട് മറ്റ് അതിഥികൾക്കൊപ്പം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ് വന്നപ്പോൾ, അതായത് ധാരാളം സ്ത്രീകൾ ഈ തരത്തിൽ അവരുമായി നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളുടെയും വാട്സാപ്പ് ചാറ്റുകളും ഒക്കെ പുറത്തു വന്നപ്പോൾ വളരെ വിചിത്രം എന്ന് തോന്നാവുന്ന ഒരു നിലപാട് രാഹുൽ ഈശ്വർ എടുത്തു. അതായത് ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബോധപൂർവം അയാളുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ, അയാളുടെ മുന്നേറ്റങ്ങളെ തടയാൻ വേണ്ടി നടത്തുന്ന ചില നീക്കങ്ങളുടെ ഭാഗമാണ് എന്നാണ്. അപ്പോഴും സാമാന്യ യുക്തിയിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണ് എവിടെ പരാതി എന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ചോദ്യത്തിൻ്റെ പ്രതിധ്വനി താങ്കളുടെ പ്രതികരണങ്ങളിലും കണ്ടു. ഇനി അങ്ങനെ പറഞ്ഞൊരു ന്യായമുണ്ടോ? ഇപ്പോൾ താങ്കൾ മറ്റൊരു മാധ്യമത്തിൽ പറഞ്ഞൊരു ന്യായം ഞാൻ വായിക്കുകയായിരുന്നു. ഇതൊരു ആക്റ്റീവ് റിലേഷൻ ആയിരുന്നു, കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതും ഗർഭഛിദ്രം നടത്തുന്നതുമൊക്കെ സാധാരണയല്ലേ, അതിലൊക്കെ നിയമപ്രശ്നങ്ങളുണ്ടോ എന്നാണ്. ന്യായീകരിക്കാൻ തന്നെയാണോ താങ്കളുടെ ഭാവം? ശരി ഗോപീകൃഷ്ണൻജി, എനിക്ക് 1 മിനിറ്റ് തരണം, അതിനുശേഷം മാത്രമേ ഇടപെടാവൂ. 2, ഞാൻ പറയുന്നതിൽ ഒരു വരിയോ ഒരു കുത്തോ കോമയോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസും കേരള മുഖ്യമന്ത്രിയും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഉത്തരവാദിത്തം, ഓരോ വരിക്കും വാക്കിനും കുത്തിനും കോമയ്ക്കും ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കും? ഓൾറെഡി മറ്റൊരു പുരുഷനുമായി 2024 ഓഗസ്റ്റിൽ കല്യാണം കഴിച്ച ആ ബന്ധം മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിച്ച ആ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് കല്യാണം കഴിക്കാനും ഭാവിയിലേക്ക് പോകാനും കഴിയുക? നാട്ടുകാർക്കറിയില്ലായിരിക്കും, പക്ഷേ ഗോപീകൃഷ്ണൻജിക്ക് അടക്കം അറിയാമല്ലോ. ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് അല്ലേ? അത് മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് പിന്നീട് അറിയുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷമോ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുക? ഇത്തരം വസ്തുതകൾ എത്ര സൗകര്യപൂർവ്വം നമ്മൾ മറച്ചു വെക്കുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പയ്യന് മാന്യതയും മര്യാദയും ഉള്ളതുകൊണ്ടാണ് അവനിത് പറയാത്തത്. അദ്ദേഹം ഇത് പറയേണ്ടതാണ്. പക്ഷേ ഞാനിത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാന്യതയും മര്യാദയും കൊണ്ട് ആ വ്യക്തി ഇത് പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓൾറെഡി കല്യാണം കഴിച്ച, ഓൾറെഡി വിവാഹിതയായ, കല്യാണം കഴിച്ചിട്ട് 1 വർഷം പോലും കഴിയാത്ത പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിക്കുകയും 1 വർഷത്തിനുള്ളിൽ 2024 തൊട്ട് 2025 വരെയുള്ള 1 വർഷത്തിനുള്ളിൽ 2 ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ അത് പറയുന്നില്ല, ഇനി ആ പെൺകുട്ടിയെ ഞാൻ ദോഷം പറഞ്ഞു എന്ന് വേണ്ട, പക്ഷേ ആ പെൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയാണെന്ന് ശ്രീ ഗോപികൃഷ്ണൻ അറിയാമല്ലോ. ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ആ വാദം പിൻവലിക്കാം. ശ്രീ ഗോപികൃഷ്ണന് അത് അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ നിമിഷം ഞാൻ പരസ്യമായത് പിൻവലിച്ച് മാപ്പ് പറയാം. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെല്ലാം മറച്ചുവെച്ച് രാഹുലിനെ രാഷ്ട്രീയപരമായി വേട്ടയാടാൻ ഈ ഇലക്ഷൻ സമയത്ത് ശ്രമിക്കുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? കോടതിയിൽ ഇതെല്ലാം വരില്ലേ? അന്ന് നിങ്ങൾ അതിജീവിതയുടെ സ്വകാര്യത പറഞ്ഞ് ഈ വിഷയങ്ങളൊന്നും കൊടുക്കാതിരിക്കുമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ മാരീഡ് ആയിരുന്നില്ല, ആ പെൺകുട്ടി മാരീഡ് ആയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ ബന്ധത്തെ കണ്ടത്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞത്. ലൈംഗികത വേണമെന്നല്ല, 1 നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നല്ല, ഫ്ലിങ് വേണമെന്നല്ല, നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞു, ഭാവിയെ കുറിച്ച് ചിന്തിച്ചു. പക്ഷേ ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആയിരുന്നു സാർ. എന്ത് ചെയ്യാൻ കഴിയും? ആ പെൺകുട്ടി അത് മറച്ചു വെച്ച് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചതാണ് സാർ. എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥയിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ശ്രീ ഗോപികൃഷ്ണനോ ഞാനോ ജേക്സി തോമസോ ശ്രീ അനൂപോ ശ്രീ ശ്രീജിത്ത് പണിക്കരോ ആ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു സാർ? ആ ബന്ധം കണ്ടിന്യൂ ചെയ്ത് കല്യാണം കഴിക്കണമായിരുന്നോ? യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിനാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, രാഹുൽ എന്ന പയ്യൻ ഈ അമിത മാന്യതയും മര്യാദയും നെഹ്റുവിയൻ പുരോഗമനവാദം വെച്ചോണ്ട് ഇതൊന്നും പറയാത്തതാണ്. ഞാനത് പച്ചയ്ക്ക് പറയുന്നതിന്റെ കാര്യം ഇതാണ് സത്യം എന്നുള്ളത് കൊണ്ടാണ്. 2, ഈ സത്യമല്ലെങ്കിൽ ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ ഇത് പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷേ രാഹുൽ ഈശ്വർ, താങ്കൾ ഒരു അഭിഭാഷകനാണല്ലോ, അതിന്റെ ഒരു സാമർഥ്യമായിരിക്കും ഈ വാദത്തിൽ കാണിക്കുന്നത്. രാഹുൽ, ആ പെൺകുട്ടി വിവാഹിതയാണെങ്കിലും ശരി, വിവാഹിതയല്ലെങ്കിലും ശരി, ഇത് ചെയ്യാൻ പാടില്ല. രാഹുൽ ഈശ്വർ, താങ്കൾ കേൾക്കുന്നുണ്ടോ? അവർ വിവാഹിതയാണെങ്കിലും വിവാഹിതയല്ലെങ്കിലും കുഞ്ഞിനെ വേണമെന്ന് പറയുന്നതല്ല, ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്നത്, അതിന് നിർബന്ധിക്കുന്നത്, ഗർഭചിത്രം വേണമെന്ന് പ്രേരിപ്പിക്കുന്നത്, അതിന് നിർബന്ധിക്കുന്നത്, ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നത്. രാഹുൽ ഈശ്വർ, അവർ വിവാഹിതയാണെങ്കിലും അവർ വിവാഹിതയല്ലെങ്കിലും അവർ തമ്മിലുള്ള ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും
കുഞ്ഞിനെ ഗർഭഛിദ്രം ആണെങ്കിലും നടത്താൻ ആണല്ലോ. നിർബന്ധിക്കുന്നത്, അതിന് ആണല്ലോ. സമ്മർദ്ദം ചെലുത്തുന്നത്, അവരെ മാനസികമായി തകർക്കുന്നത്, അവരുടെ മനോനില തെറ്റുന്ന തരത്തിൽ പെരുമാറുന്നത്, അവരെ ശാസിക്കുന്നത്, ശരി. അവരെ ഇല്ലാതാക്കാൻ ശ്രീ ശ്രമിക്കുന്നത്, ഗോപീഷ്ണൻ, ഭീഷണിപ്പെടുത്തുന്നത്, ശ്രീ ഏത് ഗോപീഷ്ണൻ, സ്ത്രീയാണെങ്കിലും വളരെ ശരിയാണ്. ഏത് സ്ത്രീയാണെങ്കിലും രാഹുൽ ഈശ്വർ, ശ്രീ ഗോപീഷ്ണൻ, താങ്കൾ പഠിച്ച നിയമം ശ്രീ ഏത് ഗോപീഷ്ണൻ, രാഹുൽ ഈശ്വർ ഏത് ശ്രീ സ്ത്രീയാണെങ്കിലും ഗോപീഷ്ണൻ, വളരെ ശരിയാണ്. അത് ചെയ്യാൻ താങ്കൾ- പാടില്ല. അല്ലല്ല, ശ്രീ താങ്കൾ ഗോപീഷ്ണൻ പറയുന്നതാണ് ശരി. ഈ രീതിയിൽ ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞ് ശ്രീ ഗോപീഷ്ണൻ ഈ പറയുന്നതാണ് വാദം ശരി. പറഞ്ഞ് ഇല്ല, ശ്രീ പിന്നെ ഗോപീഷ്ണൻ പിന്നെ രാഹുൽ പറയുന്നതാണ് ശരി. ഒരു ഒറ്റ അല്ല, ശ്രീ പെൺകുട്ടിയാണ് അല്ലല്ല, ശ്രീ പെൺകുട്ടിയാണ് ഗോപീഷ്ണൻ പറയുന്നതാണ് ഈ ശരി. പറയുന്ന ശ്രീ അല്ലല്ല, രാഹുൽ ഞാൻ മാങ്കൂട്ടത്തിനെതിരെ തിരിച്ച് പരാതിപ്പെടുന്നതെന്ന് താങ്കൾ കരുതണ്ട. ഒരു ഒറ്റ പെൺകുട്ടിക്കാണ് ഈ അനുഭവം ഉള്ളതെന്ന് താങ്കൾ കരുതണ്ട. പരാതി വേറെ പോലീസിലല്ലാതെ പുറത്തും പാർട്ടിയിലും പാർട്ടി വേറെ നേതാക്കൾക്കും പോയിട്ടുള്ള ധാരാളം പരാതികളുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഇനി വന്നേക്കാം. ഇപ്പൊ വന്ന പരാതി നമ്മുടെ മുന്നിൽ ഇതാണെന്ന് ഏത് മാത്രം. പരാതി, സാർ? ആര് ആര് ഇനി വരട്ടെ? രണ്ട്, റിനിയാൻ ജോർജ് ആണെങ്കിൽ രാഹുൽ ഈശ്വരനെതിരെയാണ് പരാതി കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല. ഇനി തിരിച്ച് ഗോപികൃഷ്ണൻ പറയുന്നത്, അല്ല ഒരു സെക്കൻഡ്, ശ്രീ ഗോപികൃഷ്ണൻ പറയുന്നത് വാദഗതിക്ക് നമുക്ക് സമ്മതിക്കാം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണം? മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയതിനെ ന്യായീകരിച്ച് മറ്റൊരാളുടെ ഭാര്യയിൽ കുട്ടി ജനിപ്പിക്കണമായിരുന്നു അല്ലേ? ആ പയ്യന്റെ മര്യാദ കാരണം വേണ്ടിയിട്ടാണ് അവനൊന്നും പറയാത്തത്. ഞാൻ ഏറ്റവും സഭ്യമായ ഭാഷയിൽ പറയുന്നത് അതുകൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണമായിരുന്നു? അതായത് ആ പെൺകുട്ടിക്ക് പ്രഗ്നന്റ് ആകുകയും മറ്റുമാണ്, മറ്റൊരാളുടെ ഭാര്യയിൽ ഗർഭഛിദ്രം നടത്താൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തണമായിരുന്നു അല്ലേ? ഗർഭഛിദ്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തണമായിരുന്നു. അല്ലെങ്കിൽ അവരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തണമായിരുന്നു. അല്ലെ? അതാണ് ചെയ്യേണ്ടത്. രാഹുൽ ഈശ്വർ അതായിരിക്കും ചെയ്യുക അല്ലെ? രാഹുൽ ഈശ്വർ അതായിരിക്കും ചെയ്യുക അല്ലെ? താങ്കൾ അതാണോ ചെയ്യുക? രാഹുൽ ഈശ്വർ അതാണോ ചെയ്യുന്നത്? താങ്കൾ നിയമം പഠിച്ചു എന്ന് പറയരുത്. മനസ്സിലായോ രാഹുൽ? താങ്കൾ നിയമം പഠിച്ചു എന്ന് പറയരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ ഒരു ചെറുപ്പക്കാരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. അതാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. ഏറ്റവും മാന്യനായ ഒരു ചെറുപ്പക്കാരൻ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ മാന്യതയുടെ അളവുകോലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് മാതൃകാപരമായിരുന്നു. ജേക്ക്. അല്ല, തീർച്ചയായിട്ടും ഇത്തരം മതവന്മാരെ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചിന്തകൾക്ക് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ന്യൂനപക്ഷം വരുന്ന അപൂർവമായിട്ടുള്ള ചില ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് പല വിധത്തിൽ പല രൂപങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത്. അതിൽ നിർഭാഗ്യവശാൽ അപൂർവം വരുന്ന ചില ചലച്ചിത്ര നടിമാരുണ്ട്, അപൂർവം വരുന്ന ചില പാർലമെന്റ് മെമ്പർമാരുണ്ട്, അപൂർവം വരുന്ന ചില മുൻ KPCC പ്രസിഡന്റുമാരുണ്ട്. ഇപ്പോൾ അതിനേക്കാളൊക്കെ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പുതിയ അധമ ന്യായീകരണ സിദ്ധാന്തവുമായിട്ട് ഈ മാന്യനും എത്തിയിരിക്കുന്നു. എനിക്ക് വസ്തുതാപരമായി ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ന്യായവാദങ്ങൾ കേട്ടിരിക്കുമ്പോൾ തോന്നുന്നത്. കേട്ടാൽ അറപ്പുളവാക്കുന്ന മാന്യമായ ഭാഷകൾ കൊണ്ട് സംവദിക്കാൻ കഴിയാത്ത അത്ര കാര്യങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞതിൽ പലരും യഥാർത്ഥത്തിൽ ഈ സർവൈവറെ അപമാനിക്കാൻ പര്യാപ്തമായ വാചകങ്ങളായിരുന്നു. ഇല്ലേ? ആരുടെയൊക്കെയോ ജീവിതം തകർത്തുവെന്ന്. ആരുടെ ജീവിതം തകർത്തുവെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ നാട്ടിൽ നിങ്ങൾ അടങ്ങുന്ന ഈ കണ്ട പുരുഷ കേസര PR ടീമിന്റെ മുഴുവൻ തെറിയും ഭർസനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടും നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാതെ നിങ്ങളുടെ ഭീഷണി ഉണ്ടെങ്കിൽ ആ ഭീഷണി 4 മടക്കി ഇട്ടിരിക്കുന്ന കറുത്ത കോട്ടിന്റെ പോക്കറ്റിനുള്ളിൽ തിരികെക്കോ എന്ന് വെച്ച് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയും കുടുംബാംഗങ്ങളും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തപ്പോൾ പറയുകയാണ്, ആ പരാതിക്കാരിയെ വീണ്ടും ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്, അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, അവരെ കുടുംബം തകർക്കുന്ന ആളെന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മനുഷ്യത്വ വിരുദ്ധത. നിങ്ങൾ അങ്ങ് സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ലല്ലോ. എനിക്ക് അങ്ങയുമായി തർക്കത്തിന് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങയുമായി തർക്കത്തിന് താല്പര്യമില്ല. അങ്ങ് വ്യക്തിപരമായി ആളുകളുടെ വിവാഹവും വിവാഹമോചനവും വിവാഹേതര ബന്ധത്തിന്റെയും കണക്കെടുത്തിട്ട് നീതിയുടെ ത്രാസുമായിട്ട് നടന്ന് എല്ലാവർക്കും വേണ്ടത് അളന്നു തൂക്കി കൊടുക്കുന്ന കലാപരിപാടി അങ്ങേക്കുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങത് തുടർന്നു, അങ്ങയുടെ അവസരത്തിൽ തുടർന്നാൽ മതി. എന്റെ അവസരത്തിൽ കയറി അങ്ങത് തുടരേണ്ട കാര്യമില്ല. പിന്നെ ഈ പരാതിക്കാരനെ വെളുപ്പിക്കാൻ അങ്ങ് മാത്രമല്ല, അങ്ങയേക്കാൾ വില കുറഞ്ഞ ആളുകൾ ഇതിനേക്കാൾ വൃത്തികെട്ട വാദവുമായി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങയുടെ ഈ വാദങ്ങൾ എനിക്ക് തെല്ലും അത്ഭുതമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അങ്ങയെ സംബന്ധിച്ച് അത്ഭുതമുണ്ടാകുന്നത്. അങ്ങ് പറഞ്ഞ് കയറിപ്പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഈ അങ്ങ് മാധ്യമ പ്രവർത്തനോട് ചോദിക്കുന്നു അല്ലേ, ഈ പരാതിക്കാരിയെ സംബന്ധിച്ചും പരാതിക്കാരിയുടെ കുടുംബ ബന്ധങ്ങളെയൊക്കെ സംബന്ധിച്ചും അല്ലേ, ഏതൊക്കെ പരാതികളെ കുറിച്ച് അങ്ങ് ചോദിക്കാം? അങ്ങനെയാണെങ്കിൽ എത്രയൊക്കെ പരാതിക്കാരെ കുറിച്ച് ചോദിക്കണം? ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളുടെ പരാതിക്കാരെ കുറിച്ച്
കുറിച്ച് ചോദിക്കണം, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏതൊക്കെ മുൻ പാർലമെന്റ് മെമ്പർമാരുടെ പരാതികളെ കുറിച്ച് അങ്ങ് ചോദിക്കണം, കോൺഗ്രസ്സുകാരായി തന്നെ നിൽക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന, ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന എത്ര പേരുടെ പരാതി ഉണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും അങ്ങ് സൂചിപ്പിച്ച് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങ് പറയുന്ന പുരോഗമനവാദവും നെഹ്റൂവിയൻ ചിന്താഗതിയും ഒക്കെ കൊണ്ട് പറയാതിരിക്കുന്നതല്ല? ഇതൊക്കെ പുറത്തു വരുമെന്ന നല്ല ധാരണയുണ്ട്. ഇവനെയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങ് ഉൾപ്പെടെയുള്ള വലിയ അധമ സംഘം ഇന്നല്ലെങ്കിൽ നാളെ കൂടുതൽ കരുത്തോടുകൂടെ കേരളത്തിന്റെ മുന്നിൽ അനാവൃതമാക്കപ്പെടും. പിന്നെ അങ്ങേപ്പോലുള്ള ആളുകൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഗുണമുണ്ട്, ഗോവിന്ദച്ചാമിക്കും നാളെ ധൈര്യമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് നിൽക്കാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. കാരണം എന്താണ്? ഗോവിന്ദച്ചാമിയെയും ന്യായീകരിക്കാൻ അങ്ങേപ്പോലുള്ള മാന്യന്മാർ കുപ്പായവും ഇട്ട് ചാനൽ മുറികളിൽ വന്നുണ്ടാകും. കാരണം എന്താണ്? ഗോവിന്ദച്ചാമി എത്ര മാന്യനായ മനുഷ്യനാണ്, അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തൊരു സാത്വികനായിരുന്നില്ലേ, ആരോരുമില്ലാത്ത മെലിഞ്ഞ ശരീരത്തിന് ഉടമയായിരുന്നില്ലേ, ഭക്ഷണം കഴിച്ച് തടിച്ചു വീർക്കാൻ കഴിയാതെ വന്ന ഗോവിന്ദച്ചാമിയെ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്ന് പിടിക്കുകയായിരുന്നില്ലേ? അങ്ങനെ അവർ പോലും നാണിച്ചു പോകുന്ന ന്യായീകരണവുമായി അങ്ങയും അങ്ങയെപ്പോലുള്ള ആളുകളും കേരളത്തിന്റെ തെരുവുകളിൽ ഇങ്ങനെ സർവൈവേഴ്സിനെ, ധൈര്യമുള്ള സ്ത്രീകളെ അപമാനിക്കാനും തകർക്കാനുമായിട്ട് അങ്ങയെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഉണ്ടാകുമെന്നറിയാം. പക്ഷേ എനിക്ക് ഇവരോട് ബഹുമാനം തോന്നുന്നത്, ഇങ്ങനെയുള്ള അധമ സംഘം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും നിങ്ങൾ പറയുന്ന ഭീഷണിക്കും നിങ്ങളുടെ വെളുപ്പിക്കലിനും കാലിനടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിന്റെ പോലും വിലയില്ല എന്ന് തെളിയിച്ചു തന്ന ദിവസമാണ്, തെളിയിക്കപ്പെട്ട ദിവസമാണ്. എല്ലാ അധമ സംഘവും കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അനാവൃതം. രാഹുൽ, ഞാൻ അഡ്വക്കേറ്റ് വി ആർ അനൂപിന്റെ പ്രതികരണം എടുക്കണം. വളരെ ചെറിയ വാചകങ്ങളിൽ ഒരു പ്രതികരണം പറയുമെങ്കിൽ ഞാൻ അതിനുശേഷം പോകാം. ശരി, പറയൂ. പെട്ടെന്നൊരു കാര്യം പറയൂ. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ മുകേഷിനെതിരെ ഉപയോഗിച്ച അതേ വാദഗതിയാണ് ശ്രീ ജയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉപയോഗിക്കുന്നത്. ഈ ഗോവിന്ദച്ചാമി പോലുള്ള സ്ട്രോമാൻ ആർഗ്യുമെന്റ് സീരിയസ് ആയ ഒരു ചർച്ചയെ നമുക്ക് എടുക്കാൻ കഴിയുമോ? ഓരോ കേസിനും ഓരോ മെറിറ്റ് അല്ലേ? ഇതേ ഗോവിന്ദച്ചാമി ആർഗ്യുമെന്റ് ആണ് ശ്രീ മുകേഷേട്ടനോട് ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാപ്പ് പറയണം മുകേഷേട്ടനോട് അങ്ങനെ പറഞ്ഞതെന്ന്. നമ്മൾ രാഷ്ട്രീയ എതിരാളികളെ, സ്ത്രീ കേസുകളെയും ഗോവിന്ദച്ചാമിയെ വെച്ച് പറഞ്ഞ് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇനി രണ്ട്, രാഹുൽ ഈശ്വർ പറഞ്ഞത് സത്യമല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാര്യം ആ പെൺകുട്ടി മാരീഡ് ആണെന്ന് ശ്രീ ഗോപികൃഷ്ണൻ അറിയാം. ഈ വിഷയങ്ങൾ പഠിച്ച എല്ലാവർക്കും രാഹുലിനെതിരെയുള്ള രാഷ്ട്രീയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണമില്ല, ചിരിയും മൗനവും മാത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ തവണത്തെയും പ്രതികരണം. അദ്ദേഹത്തെ നേരത്തെ ഈ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നടന്നു നീങ്ങുമ്പോഴും മൈക്കുണ്ട്, റെയിൽവേ സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷനിലാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണമില്ല, ചിരിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ആണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് രാഹുലിന് വേണ്ടി ഉയർത്താൻ പറ്റുന്ന വാദമാണോ രാഹുൽ ഈശ്വർ ഇവിടെ നിരത്തിയത്? ഒന്നാമതായി, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദമുയർത്താനല്ല. എൻ്റെ പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നയനിലപാടുകൾ പറയാനാണ്. ഞാൻ ഒരു വ്യക്തിയുടെ, ഇരയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇരയെ വെട്ടിക്കീറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ നിലപാടല്ല. പിന്നെ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ നെഹ്റുവുമായൊന്നും ബന്ധിപ്പിക്കാൻ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നുമില്ല. എൻ്റെ നിലപാട്, എൻ്റെ പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത്, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നിയമപരമായും വ്യക്തിപരമായും പ്രതിവിധികൾ പരിഹാരം തേടേണ്ട അദ്ദേഹമാണ്. അദ്ദേഹം അത് ചെയ്യട്ടെ. കോൺഗ്രസ് പാർട്ടിക്ക് അത്തരമൊരു ബാധ്യത രാഷ്ട്രീയമായി ഇല്ല. ഞങ്ങളുടെ രാഷ്ട്രീയമായി ഞങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന നിലപാട് വളരെ കൃത്യമായി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇപ്പോൾ ഗോപികൃഷ്ണൻ അതിനകത്ത് വിമർശനങ്ങൾ ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ വന്ന കാര്യങ്ങളനുസരിച്ച് അത്തരമൊരു കാര്യത്തിൽ ഏറ്റവും വേഗത്തിൽ നിലപാട് സ്വീകരിച്ച ഒരാളാണെന്ന് ഈ നിമിഷത്തിലും അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ പറയും. രാഷ്ട്രീയമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അയാൾ ഒഴിവാക്കി, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ നടപടി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ലൈംഗിക പീഡന ആരോപണമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണല്ലോ ആ നടപടി, അല്ലേ? അതല്ലാതെ ഇത് വിവാഹിതയായിരുന്ന സ്ത്രീ ആയിരുന്നു, മാന്യനായ ചെറുപ്പക്കാരൻ ചെയ്ത കാര്യങ്ങൾ എന്ന അർത്ഥത്തിലല്ലല്ലോ നിങ്ങൾ നടപടി എടുത്തിട്ടുള്ളത്. അല്ല,
ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചർച്ചയ്ക്കകത്ത് അത്തരം ഇരകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് പോകരുതെന്നുള്ള രാഷ്ട്രീയമായ നിലപാട് തന്നെ KPCCക്കുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഇരകളെ അവമതിക്കരുത് എന്നുള്ള നിലപാടുണ്ട്. ഞങ്ങൾ വ്യക്തിപരമായി ഇവിടെ വന്നിരുന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നതല്ലോ. ഈ വിഷയത്തിൽ പരാതിക്കാർക്കടക്കമുള്ള എല്ലാവിധ മാന്യതയും കൊടുത്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ ജേക്സി തോമസ് ആ കാര്യം സ്പർശിച്ചേയില്ല. ആന്തൂർ ഷാജൻ ആത്മഹത്യ ചെയ്തപ്പോൾ പാർട്ടി പത്രത്തിലടക്കം ദുസൂചനകൾ നിറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടക്കം, അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അപമാനിക്കുന്ന തരത്തിൽ വാർത്ത ചെയ്തിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ സ്ത്രീ സംരക്ഷകരാണെന്നൊക്കെ പറയുന്നത്. ഇവിടെ ഗോപികൃഷ്ണൻ പറഞ്ഞ വിമർശനങ്ങളോട് ഓരോന്നോട് ഞാൻ പ്രതികരിക്കാൻ തയ്യാറായതാണ്. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗി എന്നുള്ള നിലയിൽ ജേക്സി തോമസ് പറഞ്ഞ കാര്യങ്ങളോട് എണ്ണമിട്ട് മറുപടി പറയാൻ അങ്ങനെ അനുവദിക്കണം. അദ്ദേഹം പറയുന്നത് എന്താ, ഈ നടിയുടെ കേസിൽ നടപടിയെടുത്തത് ഞങ്ങളുടെ സർക്കാരാണെന്നാ. ഞങ്ങളുടെ അന്തരിച്ചു പോയ നേതാവ് PT തോമസ് ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ കേസിന്റെ ഭാവി എന്താകുമായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം കേസുകളിൽ സ്വന്തമായൊരു അന്വേഷണ കമ്മീഷൻ ഇല്ല. പാർട്ടി തീവ്രത നോക്കി പരിശോധിച്ച് ആളുകളെ തരംതിരിച്ച് കുറ്റവിമുക്തനാക്കുന്ന പരിപാടി ഇല്ലെന്നേ. ഞങ്ങളത് ചെയ്തിട്ടില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടി ആൾക്കൂട്ടം സ്വയം വിചാരണ ചെയ്ത് അരിയിൽ ഷുക്കൂറിനെ കൊന്നതുപോലെ വിധി പ്രസ്താവിക്കാനുമില്ല. ഞങ്ങൾക്ക് അന്വേഷണ കമ്മീഷനും ഇല്ല, ഞങ്ങൾക്ക് വിധി പ്രസ്താവിക്കുന്ന കോടതിയുമില്ല. പിന്നെ അദ്ദേഹം പറയുന്നു കോഴി കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ. അല്ല, ഞാൻ പറയണം ഗോപികൃഷ്ണൻ, എനിക്ക് പറയാൻ അനുവദിക്കണം. അങ്ങ് ഇത് പറഞ്ഞ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങേക്ക് ഇടപെടാം. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞ അങ്ങേയറ്റം കോൺഗ്രസിന് നേരെ പറഞ്ഞൊരു ആരോപണം ഉണ്ടല്ലോ, കോഴി ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു എന്നാ. ഇവിടെ ഒരു കോഴി ഫാമിനെ തന്നെ സംരക്ഷിക്കല്ലേ ഇവർ ഈ പറയുന്ന. P ശശിക്ക് നേരെയുള്ള അന്വേഷണം വന്നപ്പോൾ പാർട്ടി അന്വേഷണ കമ്മിറ്റി കൂടി തീവ്രത കുറഞ്ഞെന്ന് വിധി എഴുതി. എന്ന് മാത്രമല്ല, പാർട്ടി അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ തരം താഴ്ത്തുമ്പോഴും അദ്ദേഹം ഇപ്പോഴും KTDCയുടെ ചെയർമാനാ. KTDCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാ. ആ ആളുകളെ പരിരക്ഷിക്കുന്ന പാർട്ടിയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത ഞങ്ങളുടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് കൂടുതൽ നടപടി എടുക്കുന്ന പറയും. പക്ഷേ സാധ്യമായൊരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കാവുന്നതിന്റെ പരമാവധി നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ അപഹസിക്കുന്നത്. ഗോപികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾ അത് അനുവദിക്കും. പക്ഷേ ജേക്സി തോമസിന്റെ പാർട്ടിക്ക് അത് പറയാനുള്ള ധാർമ്മിക ശുദ്ധിയൊന്നുമില്ല. സീതയുടെ ചാരിത്ര ശുദ്ധി ഇത്രയും ശ്രീരാമനാവണ്ട ജേക്സി തോമസ്. നിങ്ങളുടെ പാർട്ടിക്ക് അതില്ലെന്നേ. നിങ്ങളുടെ പാർട്ടിക്ക് അതില്ല. ഞങ്ങളത് പറയും, ഞങ്ങളത് ആവർത്തിച്ച് പറയും. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഈ പറയുന്ന ഇവർ ഈ പരാതി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാ? പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന് CPM കുടുംബങ്ങളിലെ DYFI നേതാവിന്റെ ഭാര്യ, അതുപോലെ മുൻ MLA മകൾ, ഇവരുടെയൊക്കെ പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് വഴിതെളിച്ച ആളെയാണ് അഗ്നിശുദ്ധി വരുത്തിയെന്ന് പറഞ്ഞ് ഇവിടെ CPMന്റെ ഏറ്റവും നയപരമായ ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു താരതമ്യത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ നിങ്ങളെ ഈ മർച്ചന്റ് ഓഫ് മൊറാലിറ്റി എന്ന് പറയും, ഇവിടെ സദാചാരത്തിന്റെ ഈ ഈ പറയുന്ന സ്ത്രീ സംരക്ഷണത്തിന്റെ മൊത്ത വ്യാപാരികളായിട്ട് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ആർത്ഥത്തിൽ ചർച്ചയ്ക്ക് പോകാം. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു. ഇനി കൂടുതൽ കാര്യങ്ങൾ വന്നാൽ കൂടുതലും ചെയ്യും. പക്ഷെ അതിന്റെ പേരിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഈ പറയുന്ന സംഘപരിവാർ ഇടപെടുകയാണ്. അതായത് ലൈംഗിക പീഡന ആരോപണ പരാതികൾ ഉയരുമ്പോൾ ആ സ്ത്രീ വിവാഹിതയാണോ, ആ സ്ത്രീയുടെ കുടുംബ പശ്ചാത്തലം, ഇതൊക്കെ നോക്കി വേണം ഇതിന്റെ ന്യായാന്യായങ്ങളും വിധിയും നിശ്ചയിക്കാൻ എന്ന രാഹുൽ ഈശ്വറിന്റെ വാദം ഉണ്ടല്ലോ നമ്മുടെ ഈ ചർച്ചയിൽ. അതിന് ശ്രീ ശ്രീജിത്ത് പണിക്കർ, താങ്കൾക്ക് പറയാനുള്ള മറുപടി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ശ്രീജിത്ത് പണിക്കർ, താങ്കളുടെ ഒരു മറുപടി രാഹുൽ ഈശ്വറിന്. ശ്രീ ഗോപി, ശ്രീ രാഹുൽ ഈശ്വറിന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കണമെങ്കിൽ അതാവാം. പക്ഷെ അതിനുവേണ്ടി ഇരയായിട്ടുള്ള സ്ത്രീയെ കൂടുതൽ അപമാനിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി താൻ വിവാഹിതയാണെന്ന വിവരം അദ്ദേഹത്തിൽ നിന്ന് മറച്ചു വെച്ചു എന്നതൊക്കെ എങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നാളിതുവരെ അങ്ങനെ ഒരു വാദം ശ്രീ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ആ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് ശ്രീ രാഹുൽ ഈശ്വറിന് കിട്ടിയത് എന്നും എനിക്കറിയില്ല. ഇനി ശ്രീ രാഹുലിന്റെ വാദം നോക്കൂ. അവർ വിവാഹിതയാണെന്ന് ഗോപിക്കറിയാം, ജയിക്കിനറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അറിയാത്ത ഒരേ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനൊഴികെ മറ്റുള്ള എല്ലാ ആൾക്കാർക്കും ഈ സ്ത്രീയുടെ മാരിറ്റൽ സ്റ്റാറ്റസ് അറിയാം. പക്ഷെ രാഹുലിന് മാത്രം അതറിയാനുള്ള ഒരു മാർഗവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരാളിനെ കൂടുതൽ നൈവായിട്ട് കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇനി അദ്ദേഹം പറയുന്നത് വിവാഹിതയാണ്, അത് മറച്ചു വെച്ചു. ശരി, വിവാഹിത അല്ലെന്ന് കരുതും. വിവാഹിത അല്ല എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കുമല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ബന്ധത്തിൽ വന്നത്. ഞാൻ ചോദിക്കുന്നത്, വിവാഹം കഴിക്കാതെ 1 മാസം തുടർച്ചയായി
അസുരക്ഷിതമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് എവിടുത്തെ മാന്യതയാണ് ശ്രീ രാഹുൽ ഈശ്വർ? നിങ്ങൾക്ക് കുഞ്ഞ് വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ നാട്ടു നടപ്പ് പോലെ ഇവിടെയുള്ള മാന്യനായിട്ടുള്ള ഏതൊരു ചെറുപ്പക്കാരനും ചെയ്യുന്നത് പോലെ ആ പെൺകുട്ടിയെ വിവാഹം അന്വേഷിച്ചിട്ട് വീട്ടിൽ പോയി പറയുക, മാന്യമായി വിവാഹം കഴിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയാവാം. വിവാഹിത അല്ലെന്ന് കരുതി ഒരു സ്ത്രീയെ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാക്കുന്നതിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. വിവാഹിത ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈം ഒരു സ്ത്രീയോട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് തുടർച്ചയായി പ്രേരിപ്പിക്കുന്നത് കുഞ്ഞുണ്ടാകട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് എങ്കിൽ അതൊരു ക്രൈമാണ്. 1. 2, പരസ്പര സമ്മതം. താങ്കൾ പറഞ്ഞല്ലോ ഈ പരസ്പര സമ്മതം ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു കാര്യം. താങ്കൾ എല്ലാ കാര്യങ്ങളിലും അത് പറയാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ബന്ധമാണെങ്കിൽ ആ ബന്ധത്തിൽ എവിടെയാണ് ഭീഷണിക്കുള്ള സ്ഥാനം? ഏത് പരസ്പര ഉഭയകക്ഷി താല്പര്യത്തിലുള്ള ബന്ധത്തിലാണ് ഭീഷണി ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള ഏത് ബന്ധത്തിലാണ് നിങ്ങൾക്ക് ഗർഭഛിദ്രത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാനുള്ള ഒരു അവകാശം ഇതിലെ പുരുഷന് കിട്ടുന്നത്? ശ്രീ രാഹുൽ, അത് ഈ നാട്ടിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ വിവാഹിതയല്ല എന്ന ധാരണയിലാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അല്ല, ഞാൻ ഒരു സെക്കൻഡ്, വിവാഹിതയല്ല എന്ന ധാരണയിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധം എന്തുമായിക്കോട്ടെ, അങ്ങനെയായിട്ട് നിർബന്ധമായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ആ കുട്ടിയെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭിണിയാക്കി അവസാനം അതിനെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ച് ഇല്ലാതെയാക്കാൻ എനിക്ക് 5 നിമിഷം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മാന്യനുമല്ല, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനുമല്ല, മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുമല്ല എന്നുള്ളതാണ്. രാഹുൽ, പെട്ടെന്ന് 30 സെക്കൻഡിൽ മറുപടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് മാന്യത എത്രമാത്രമാണ്? ആ പുരുഷൻ മറ്റൊരു ഭർത്താവ് അവസരത്തിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ അതിജീവിതയെ ഈ ചാനൽ ചർച്ചയിൽ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ സമ്മതിക്കില്ല. രാഹുൽ, അതിജീവിതയെ മാന്യതയെ കുറിച്ചാണ് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്. ഈ അതിജീവിതയുടെ മാന്യത സംബന്ധിച്ച കാര്യങ്ങൾ അളക്കാൻ രാഹുൽ ഈശ്വർ ആരാണ്? അല്ല, താങ്കൾ ആരാണ്? അതിജീവിതയുടെ മാന്യത അളക്കാൻ രാഹുൽ ഇല്ല, ഞാനത് അനുവദിക്കില്ല ഈ ചർച്ചയിൽ. അതിജീവിതയുടെ മാന്യത അളക്കാൻ രാഹുൽ ഈശ്വർ ആരാണ്? രാഹുൽ ഈശ്വർ തരണ്ടാന്ന് തന്നെയാണ്, അതിനകത്ത് ഇനി സംശയം വേണ്ട. അതെ, തരണ്ടാന്ന് തന്നെയാണ് എന്റെ തീരുമാനം. തരുന്നില്ല, ആ സമയം താങ്കൾക്ക് ഞാൻ തരുന്നില്ല, ആ അവസരം ഞാൻ താങ്കൾക്ക് തരുന്നില്ല. അതിജീവിതയെ അപമാനിക്കാനുള്ള ഒരു അവസരവും ഈ ചർച്ചയിൽ ഞാൻ താങ്കൾക്ക് തരുന്നില്ല. താങ്കൾക്ക് ആ അവസരം തരുന്നില്ല. രാഹുൽ ഈശ്വറിന് തരുന്നില്ല ഞാൻ ആ അവസരം. രാഹുൽ ഈശ്വറിന് ഞാൻ അവസരം തരില്ല. രാഹുൽ ഈശ്വറിന് ഞാൻ അവസരം തരില്ല. രാഹുൽ ഈശ്വറിന് ഞാൻ അവസരം തരില്ല. പറഞ്ഞോളൂ. രാഹുൽ ഈശ്വറിന് ഞാൻ അവസരം തരില്ല. ഞാൻ താങ്കൾക്ക് അതിജീവിതയെ അപമാനിക്കാനുള്ള അവസരം തരില്ല. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അല്ലെങ്കിൽ ദയവ് ചെയ്ത് ചർച്ചയിൽ നിന്ന് പോകാൻ അനുവദിക്കണം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇമാതിരി അലവലാതി വർത്താനം പറയുന്ന അദ്ദേഹത്തിന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരെ ഇതിൽ നിന്ന് പോകാൻ അനുവദിക്കണം. കാരണം ഈ അധമ വർത്തമാനത്തിന് ഇരുന്ന് കൊടുക്കേണ്ട നമ്മളിൽപ്പെട്ട ആർക്കുമില്ല. അതിജീവിതയുടെ മാന്യതയെ കുറിച്ചാണ് രാഹുൽ പറഞ്ഞത്. അതിജീവിതയുടെ മാന്യതയെ കുറിച്ച് രാഹുൽ പറഞ്ഞത്. താല്പര്യമില്ല. കേട്ടോ രാഹുൽ, അതിജീവിതയുടെ മാന്യതയെ കുറിച്ച് അത് അളക്കാൻ താങ്കളായിട്ടില്ല. അദ്ദേഹം അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ അവസരത്തിൽ ഇതെന്തോ കൂലിപ്പണി എടുക്കുന്നത് പോലെ അദ്ദേഹത്തിന് എന്ത് ഔദാര്യമാണ്, എന്ത് പ്രതിഫലമാണ് കിട്ടിയിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന്റെ അവസരത്തിൽ വ്യക്തമാക്കട്ടെ. ഇതൊരു കൂലിപ്പണി എടുക്കുന്നത് പോലെ അദ്ദേഹം ഈ പറഞ്ഞ സകല ആഗോള പ്രമുഖന്മാരുടെയും ഭീഷണി ഉണ്ടായിട്ടും ആ ഭീഷണിയെ പുല്ലുപോലെ തട്ടിക്കളഞ്ഞ് പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സർവൈവറെ ഓരോ വാക്കിന്റെ അണുകൊണ്ടും അപമാനിക്കാനായി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ശ്രമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു പല പതിപ്പുകളിലും ആ ഭീഷണി പലതവണ നേരിട്ടതാണ് ഈ സർവൈവർ. എന്നിട്ടും പരാതി കൊടുക്കാൻ മുമ്പോട്ടേക്ക് വന്നപ്പോൾ തനിക്കു കിട്ടിയ
24 ന്യൂസ് എന്ന ചാനലിലെ ഫ്ലോറിലെ അവസരത്തെ ഉപയോഗിച്ച് വീണ്ടും ആ ധീരത കാണിച്ചിട്ടുള്ള സർവൈവറെ അപമാനിക്കാൻ, അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറയാൻ, അവരെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ, ആ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ആ ഗൂഢ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാളുടെ വാക്കുകൾക്ക് നമ്മുടെ ചർച്ചയും ഈ പ്രേക്ഷകരും ചെവി കൊടുക്കാൻ പാടില്ല എന്ന സുചിന്തിതമായ സുവ്യക്തമായ അഭിപ്രായം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇത് നിശ്ചയമായും നമ്മുടെ നാട്ടിൽ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ പെർവേർട്ടുകൾ കേരളത്തിൽ മനുഷ്യർ ഒത്തുകൂടുന്ന ഒരു സാമൂഹ്യ മണ്ഡലങ്ങളിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിൻ്റെ സന്ദേശമായി ഈ കേസ് മാറുക തന്നെ വേണം. കാരണം ഇത് ഒരു അനുഭവം മാത്രമല്ല, കൂടെ പ്രവർത്തിക്കുന്ന എത്രയോ നേതാക്കന്മാരുടെ പരാതികളെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ മാധ്യമ സംവിധാനങ്ങൾക്കും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും മാധ്യമ പ്രവർത്തകർക്കും അറിവുള്ളതാണ്. AICCക്ക് ലഭിച്ച പരാതികൾ, പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവിൻ്റെ പക്കൽ നിന്ന് ലഭിച്ച പരാതികൾ, തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാവിൻ്റെ പക്കൽ നിന്ന് ലഭിച്ച പരാതികൾ, 1ഉം 2ഉം സ്ഥാനമൊക്കെ അവകാശപ്പെടുന്ന കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകമാർക്കുണ്ടായിട്ടുള്ള പരാതികൾ, സാംസ്കാരിക സാഹിത്യ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർക്കുണ്ടായ പരാതികൾ, മരണം വരെ കോൺഗ്രസ് ആയിരിക്കണമെന്ന് അവകാശപ്പെട്ട് ഇപ്പോഴും നിലയുറപ്പിക്കുന്ന വനിതകൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള പരാതികൾ, ഇങ്ങനെ നാടിൽ മനുഷ്യൻ ബന്ധപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും ഇത് സംബന്ധമായ പീഡക സ്വഭാവത്തോടുകൂടെയുള്ള പരാതികളാണ് ഇദ്ദേഹത്തിന്റെ ആത്യന്തികമായ പരിച്ഛേദം പ്രതീകമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തുടങ്ങിയിടത്ത് അവസാനിപ്പിക്കുന്നു. ഇത് സമീകരിക്കാൻ കഴിയുന്ന ഒരു അനുഭവമല്ല. ഇന്നയോളമുള്ള കേരളത്തിന്റെ അനുഭവങ്ങളിൽ അൺപ്രീസിഡന്റഡ് ആൻഡ് അൺയൂഷ്വൽ, ചരിത്രത്തിൽ സമാനതകളില്ലാത്തതും സമീകരണങ്ങൾ അന്യതമായതുമായിട്ടുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ പെർവേർട്ടിന്റെ അധപ്പതനത്തിനാണ്, നിയമപരമായ വഴികൾക്കാണ് ഇന്ന് മുതൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഇതുപോലെയുള്ള ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയരുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചാൽ അവിടെ മറുപടി പറയാൻ ഒരു സംവിധാനമുണ്ട്, അതിന് നടപടിക്രമങ്ങളുണ്ട്. അതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അറിയാനുള്ളത് ഇതിന്റെ തുടർ നടപടികൾ എന്തായിരിക്കുമെന്നാണ്. പറഞ്ഞു നിൽക്കാനോ ന്യായീകരിക്കാനോ രാഹുലിന് മുന്നിൽ എന്തുണ്ട് എന്നതാണ്. സത്യമേവ ജയതേ എന്ന ആ വാക്കിനും വാചകത്തിനും അർത്ഥമുണ്ടെങ്കിൽ ആ സത്യം പുറത്തേക്ക് വരാൻ നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറോടെ പൂർത്തിയാകുന്ന മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.